ബിജെപിയെ വെല്ലുവിളിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടി. ഗുജറാത്തിലും പഞ്ചാബിലും 1000 വീതം സ്കൂളുകൾ പരിശോധിക്കാം. ഏത് സംസ്ഥാനത്താണ് മികച്ച സ്കൂളുകളെന്നും നോക്കാം എന്ന് അരവിന്ദ് കെജ്രിവാൾ. ന്യൂഡൽഹി. പഞ്ചാബ് സർക്കാർ സ്കൂളുകളെ അപകീർത്തിപ്പെടുത്താനുള്ള ബിജെപിയുടെ പ്രചാരണത്തിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. ഗുജറാത്തിലെയും പഞ്ചാബിലെയും 1000 വീതം സർക്കാർ സ്കൂളുകൾ സംയുക്തമായി പരിശോധിക്കാമെന്നാണ് അദ്ദേഹം ബിജെപിയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ ബിജെപി 30 വർഷമായി അധികാരത്തിലിരിക്കുകയാണെന്നും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയിട്ട് 4.5 വർഷം മാത്രമാണെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. പഞ്ചാബിലെ 19,700 സർക്കാർ സ്കൂളുകളിൽ 19,200 സ്കൂളുകളും ഇതിനകം തന്നെ മികച്ച രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ശേഷിക്കുന്ന 500 സ്കൂളുകളിലെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 30 വർഷം ഗുജറാത്തിൽ അധികാരത്തിലിരുന്ന് ബിജെപി വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് നേടിയതെന്ന് കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പഞ്ചാബിലെ സ്കൂളുകളുടെ മാറ്റം സർക്കാർ മാത്രം നടത്തിയതല്ലെന്നും അധ്യാപകർ, പ്രിൻസിപ്പൽമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പഞ്ചാബിലെ ജനങ്ങൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച പുറത്തുവിട്ട വീഡിയോയിൽ കെജ്രിവാൾ പറഞ്ഞു, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ പരിശോധിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളുകൾ എത്തിയതോടെ അവിടുത്തെ സ്കൂളുകളുടെ മോശം അവസ്ഥ പുറത്തുവരാൻ തുടങ്ങിയിരിക്കുന്നു. സ്വന്തം സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ ശരിയാക്കാത്ത അവർ ഇപ്പോൾ പഞ്ചാബിലെ സ്കൂളുകളെ അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. വെറും 4.5 വർഷം കൊണ്ട് പഞ്ചാബിലെ 19,700 സ്കൂളുകളിൽ 19,200 സ്കൂളുകളും ഞങ്ങൾ വളരെ മികച്ചതാക്കി. ശേഷിക്കുന്ന 500 സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അടുത്ത 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ അവയും മികച്ച രീതിയിലാക്കും. രാജ്യത്ത് ഇന്ന് സർക്കാർ സ്കൂളുകളിൽ 1ാം സ്ഥാനത്താണ് പഞ്ചാബ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, കേന്ദ്ര സർക്കാരിന്റെ നിതി ആയോഗിന്റെ റിപ്പോർട്ടിലാണിത് വ്യക്തമാക്കുന്നത്. 2022-ൽ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പഞ്ചാബിന്റെ സ്ഥാനം 28ാമതായിരുന്നു. വെറും 4.5 വർഷത്തിനുള്ളിൽ വിദ്യാഭ്യാസത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു പഞ്ചാബ്. 2018-ലെ ഒരു വീഡിയോ എടുത്തു നോക്കൂ. ആം ആദ്മി പാർട്ടിയുടെ സ്കൂൾ എത്ര മോശമാണ് എന്ന പ്രചരണമാണ് ബിജെപി നടത്തുന്നത്. ആ സമയത്ത് കോൺഗ്രസ് സർക്കാരായിരുന്നു എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. അതിനു മുൻപ് 2017 വരെ ബിജെപി ആയിരുന്നു അവിടെ അധികാരത്തിലിരുന്നത്. എന്നാൽ ഞങ്ങൾ അവയെ മികച്ച സ്കൂളുകളാക്കി മാറ്റി. വിമർശനങ്ങളെ ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഉദ്ദേശം വ്യക്തമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അകാലിദള അനുഭാവിയായ രത്തൻ ധില്ലോൺ സ്കൂളുകളെക്കുറിച്ചൊരു ട്വീറ്റ് ചെയ്തു. ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിക്കുകയും ആ സ്കൂളിനായി ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം രത്തൻ ധില്ലോൺ തന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയെയും സർക്കാരിനെയും പ്രശംസിച്ച് ട്വീറ്റ് ചെയ്തു. ഞങ്ങളുടെ ഉദ്ദേശം വ്യക്തമാണ്. സ്കൂളുകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ യഥാർത്ഥമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൂ, ഞങ്ങളത് തിരുത്തും. എന്നാൽ പഞ്ചാബിലെ ജനങ്ങളെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തരുത്. പഞ്ചാബിലെ സ്കൂളുകൾ ഞങ്ങൾ മാത്രം ശരിയാക്കിയതല്ല. പഞ്ചാബിലെ ജനങ്ങളും അധ്യാപകരും പ്രിൻസിപ്പൽമാരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഈ സ്കൂളുകളെ മെച്ചപ്പെടുത്തിയത്. അതുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കരുത്. പഴയ വീഡിയോകൾ പ്രചരിപ്പിച്ചും AI ഉപയോഗിച്ച് വ്യാജചിത്രങ്ങൾ സൃഷ്ടിച്ചും സ്കൂളുകളെ അപകീർത്തിപ്പെടുത്തരുത്. വലിയ പരിശ്രമത്തിലൂടെയാണ് പഞ്ചാബിലെ സ്കൂളുകൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. അവർ 1000 സ്കൂളുകളുടെ പട്ടിക നൽകട്ടെ, ഞങ്ങളും 1000 സ്കൂളിന്റെ പട്ടിക നൽകാം. രാജ്യം മുഴുവൻ ഈ സംയുക്ത പരിശോധന കാണട്ടെ. 30 വർഷം അധികാരത്തിലിരുന്ന ഗുജറാത്തിലെ സർക്കാർ മികച്ചതാണോ, അതോ 4.5 വർഷം മാത്രം അധികാരത്തിലിരുന്ന പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ മികച്ചതാണോ എന്ന് രാജ്യം കാണട്ടെ, ലോകം കാണട്ടെ. ജയ് ജയ് ആം ആദ്മി പാർട്ടി.